ഹലോ ഗൈസ്. അപ്പോൾ ഡൽഹിയിൽ ഭരണം കിട്ടിയതിന് ശേഷം BJPയുടെ ആദ്യത്തെ വികസന പ്രവർത്തനം വന്നിരിക്കുന്നു. എന്താണല്ലേ? മുസ്തഫാബാദ് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിന്റെ പേര് മാറ്റി അത് ശിവപുരി എന്നാക്കുകയാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. നിങ്ങൾ നോക്കണം, പ്രോപ്പർ ഗവൺമെന്റ് പോലും അവിടെ ആയിട്ടില്ല, എന്നിട്ടാണ് അവരുടെ ആദ്യത്തെ പ്രഖ്യാപനം. ഇനി മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, ഞാൻ ഈ ഡൽഹി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂസ് കണ്ട സമയത്ത് അതിൽ മറ്റെല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും AAPക്കാണ് അവിടെയൊക്കെ AAPയുടെ കാൻഡിഡേറ്റ്സ് ആണ് അവിടെയൊക്കെ വിജയിച്ചത്. എന്നാൽ മുസ്തഫാബാദ് മാത്രമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിട്ടുള്ള മുസ്തഫാബാദിൽ മാത്രമാണ് BJP കാൻഡിഡേറ്റ് വിജയിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 10,000 അതോ 10,000-ന് മുകളിലോ ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP കാൻഡിഡേറ്റ് വിജയിച്ചതെന്ന് തോന്നുന്നു. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഈ പേര് മുസ്തഫാബാദി എന്ന് പറയുന്ന പേര് TV-യിൽ ആ ന്യൂസിൽ കേട്ട ആ സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ പേര് മാറ്റും എന്നുള്ളത്. അത് തന്നെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു. ഈ പേര് മാറ്റുന്ന പരിപാടി BJP ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്ക് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ. ഇതിനു മുന്നേ ഓരോന്നും പറയാൻ നിന്നാൽ ഒരു പക്ഷേ ഇതിന് തപ്പിപ്പോയാൽ ചിലപ്പോൾ ഒരുപാട് കിട്ടും. അതായത് BJPക്ക് അധികാരമുള്ള എല്ലാ സ്റ്റേറ്റിലും ഇതേപോലെ പലതിന്റെയും പേര് BJP മാറ്റിയിട്ടുണ്ട്. അതിപ്പോ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇന്ത്യയുടെ പേര് തന്നെ ഭാരത് എന്നും പറഞ്ഞ് മാറ്റണമെന്നും മാറ്റുമെന്ന് പറഞ്ഞുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടിരുന്നു കുറച്ചു മുമ്പ്. ഒരു പ്രദേശത്തിന്റെ പേര് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്ത് വികസനമോ എന്ത് കാര്യമാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ആ പ്രദേശത്ത് എന്തെങ്കിലും വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതല്ലാതെ അതിന്റെ പേര് മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്താണ് കിട്ടാനുള്ളത്? ഇതിനു മുമ്പ് ഒരു പക്ഷേ പല പേരുകളും മാറ്റിയിട്ടുണ്ടാവും. BJP ഗവൺമെന്റ് അല്ലാത്ത പല ആളുകളും, ഇപ്പോൾ ബോംബെ മുംബൈ ആയൊക്കെ പോലെ അതുപോലത്തെ ഒരുപാട് പേരുകൾ ഇതിനു മുന്നേയും മാറ്റപ്പെട്ടിട്ടുണ്ട് പല സ്ഥലത്തിന്റെയും. എന്നാൽ BJP മാറ്റുന്ന സ്ഥലവും ആ മാറ്റുന്ന പേരും നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇപ്പൊ തന്നെ മുസ്തഫാബാദ് അത് ശിവപുരി എന്നാക്കി മാറ്റുന്നു. ഈ രണ്ട് പേരുകൾ വെച്ച് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും BJP എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഒരു തരത്തിലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ആളല്ല. എന്നാലും നിങ്ങൾ ഈ രണ്ട് പേര് വെച്ച് നിങ്ങളൊന്ന് നോക്കണം, BJP ഇതിലൂടെ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത്. കൃത്യമായ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണമാണ് BJP ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഒരാൾ അതിന് താഴെ ഈ ഒരു ന്യൂസിന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ട് ഞാൻ കണ്ടു, നമുക്ക് മുഗളന്മാരുടെ പേരൊന്നും വേണ്ടാന്ന്. അതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നുള്ളതാണ്. മുഗളന്മാരുടെ പേര്, ഒരു പേരിലൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്ന് കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? അതാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ കുറ്റം. ഞങ്ങൾക്ക് മുഗളന്മാരുടെ പേര് വേണ്ട എന്നുള്ളത്. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന് ചെയ്യാൻ എന്തുമാത്രം കാര്യങ്ങളുണ്ട്. അതൊക്കെ BJP ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ടാവാം, ഉണ്ട്, ചിലതൊക്കെ നമുക്കറിയാം. ഓക്കെ, അത് ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ കേവലം ഒരു പേരിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതും, ഈ ഭരണം കിട്ടിയപ്പോൾ തന്നെ പേര് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ ഒരു വലിയ സംഭവമാക്കി മാറ്റുന്നു. അതിൻ്റെയൊക്കെ കാര്യം എന്താണ്? അതൊരു വലിയ കാര്യമാണോ ഈ പേര് മാറ്റുന്നത്? അതിന് പകരം മറ്റെന്തെങ്കിലും ഡൽഹിയിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വികസനം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അല്ലാതെ പേര് മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ലോജിക്ക് എന്താണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ.